ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൈറ്റ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാനൊരു സൂപ്പർ ഈസി ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. മൊബൈൽ ചാർജർ ഹോൾഡർ. അപ്പോൾ ഈ ചാർജർ ഹോൾഡർ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ ആവശ്യമില്ലാതെ കളയുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഈ ഹോൾഡർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫോൺ ചാർജിങ്ങിന് ഇരിക്കുന്ന സമയം കുറവായിരിക്കുമെങ്കിലും ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ നമ്മളതൊരു സേഫ് പ്ലേസിൽ തന്നെ ആയിരിക്കുമല്ലോ വെക്കുക. അല്ലെങ്കിൽ അത് സേഫ് അല്ലേ എന്നുള്ളൊരു ടെൻഷൻ നമുക്കുണ്ടാവും. അപ്പോൾ ഈ ഹോൾഡർ ഉണ്ടെങ്കിൽ ആ ടെൻഷൻ എന്തായാലും വേണ്ട. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഞാനൊരു ഒഴിഞ്ഞ സോപ്പ് കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ ടൈപ്പ് പേപ്പർ കവറിൻ്റെ ഒരു സോപ്പ് കവറാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ ടൈപ്പ് ബോക്സ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ ബിസ്ക്കറ്റിൻ്റെ ടൈപ്പ് ബോക്സോ അങ്ങനെ ഇഷ്ടമുള്ളൊരു ചെറിയ ബോക്സ് എടുക്കുക. എന്നിട്ട് അതിനെ നമ്മുടെ ഫോണിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ 3 സൈഡ് ക്ലോസ് ആയിട്ടും ഒരു സൈഡ് ഓപ്പൺ ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ആ ഒരു സ്റ്റാൻഡായിട്ട് അല്ലെങ്കിൽ ആ ഒരു ബോക്സിനെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിതിപ്പോൾ എൻ്റെ ഫോൺ ഇതിൽ മെഷർ ചെയ്ത് വെച്ച് നോക്കിയപ്പോൾ അതിൻ്റെ വെർട്ടിക്കലി വെക്കുകയാണെങ്കിൽ അത് ഇതിലേക്ക് ബോക്സിലേക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ നമ്മൾ ഹൊറിസോണ്ടലിയാണ് കട്ട് ചെയ്യണത്. എന്നിട്ട് മറ്റേ ഭാഗം നമുക്കൊന്ന് ചേർത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് ഈ ബോക്സിനെ കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് അത് 3 സൈഡ് യോജിച്ചിരിക്കണം എന്നേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങൾക്ക് വെർട്ടിക്കലിയോ അല്ലെങ്കിൽ ഹൊറിസോണ്ടലിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഓപ്പണിങ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്ത ആ ഭാഗം മാറ്റി മറ്റേ സൈഡ് ഒന്നുകൂടിയും ഗ്ലൂ വെച്ചിട്ട് നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ബോക്സ് അല്ലെങ്കിൽ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു ചാർട്ട് ടൈപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മുടെ ഫോണിന് വെക്കാനുള്ള ബലമില്ല. അപ്പോൾ നമുക്ക് അതിനൊക്കെ കുറച്ച് ഈ പോപ്സിക്കിൾ സ്റ്റിക്സും കൂടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡിലും താഴെയൊക്കെ ഈ സ്റ്റിക്സ് ഒട്ടിച്ച് കൊടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ബോക്സ് നല്ല സ്ട്രോങ് ആവും. അപ്പോൾ പിന്നെ ഫോൺ വെക്കാൻ അല്ലെങ്കിൽ ഫോൺ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ആ ഒരു സ്ട്രെങ്ത്ത് നമ്മുടെ ഈ ബോക്സിനുണ്ടാവും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഓരോ സൈഡിൻ്റെയും ലെങ്ത്തിനനുസരിച്ചിട്ട് ഈ സ്റ്റിക്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഒട്ടിക്കണമെങ്കിൽ ഗ്ലൂ ഗൺ തന്നെ വേണമെന്നൊന്നുമില്ല. നല്ല ഏതെങ്കിലും ഫെവിക്കോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗം യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ എല്ലാ സൈഡ്സിലും അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞു. നമ്മുടെ ആ ഒരു ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഹോൾഡ് ചെയ്ത് നിർത്താൻ നമ്മുടെ ചാർജർ പോയിൻ്റ് അല്ലെങ്കിൽ ചാർജർ ഹെഡിൽ അത് ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ബാക്കിൽ 2 സ്റ്റിക്സ് ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതൊരു വീടിൻ്റെയൊക്കെ ഒരു റൂഫ് ഉണ്ടാവില്ലേ, നമ്മൾ പണ്ട് ചിത്രം വരയ്ക്കുകയൊക്കെ ചെയ്തിരുന്ന ആ ഒരു ടൈപ്പ് വീട്, അപ്പോൾ അങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് അതിലേക്ക് പെയിൻറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ പെയിൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള തീമിൽ സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഈ ഹോൾഡിങ്ങിൻ്റെ സാധനം ഇതിങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം നമ്മുടെ ചാർജർ ഹെഡ് വെക്കാനൊരു സ്പേസ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ മുകളിലത്തെ 2 ആ ഒരു റൂഫ് ടൈപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ കുറച്ചും കൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും ക്രിയേറ്റീവ് ഐഡിയ അനുസരിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡെക്കറേഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് 2 പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ പേപ്പർ ഫ്ലവേഴ്സ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയതായിരുന്നു. അതിൻ്റെ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ നമ്മളുടെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് എന്തെങ്കിലും കുറച്ചും കൂടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫോൺ ചാർജർ ഹോൾഡർ ഉണ്ടാക്കാനുള്ള പണി ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ആവശ്യമില്ലാതെ കളയുന്ന സാധനങ്ങൾ വെച്ചിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റൈറ്റാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്.
കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചിട്ടും ചെയ്യാൻ പറ്റിയൊരു ഈസി ക്രാഫ്റ്റാണിത്. മാത്രമല്ല സ്കൂളിലൊക്കെ ഈ വർക്ക് എക്സ്പീരിയൻസ് ക്രാഫ്റ്റ് എക്സിബിഷൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലൊക്കെ വേസ്റ്റ് മെറ്റീരിയൽസ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇത് ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. താങ്ക്